എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 26 ശ്ലോകം 16, 17, 18, 19, 20, 21, 22, 23, 24, 25 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 10 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 26-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. 25 ശ്ലോകമേ ഉള്ളൂ ഈ അധ്യായത്തില്, ചെറിയ അധ്യായം. ഗോപന്മാര് നന്ദഗോപരോട് ചോദിച്ചു, ഇത്ര അത്ഭുത കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഈ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഈ കൃഷ്ണൻ ചെയ്തത്? ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നുന്നു. നന്ദഗോപരെ, എന്തെങ്കിലും ആരെങ്കിലും ഈ കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? അങ്ങക്ക് എന്തെങ്കിലും അറിയാമോ? അത്ഭുത ബാലനായ ഈ കൃഷ്ണന്റെ കാര്യം, കൃഷ്ണനെ പറ്റിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോ ഗർഗാചാര്യൻ നാമകരണത്തിന് വന്നപ്പോ ജാതകം നോക്കുകയുണ്ടായി കണ്ണന്റെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോപന്മാരോട് പറയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. വർണ്ണാസ്ത്രയ കിലാസ്യാസൻ ഗൃഹ്ണതോനുയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം ഗത. ഗർഗമഹർഷി പറഞ്ഞ കാര്യങ്ങള് ഇതാ നന്ദഗോപര് ആ ഗോപന്മാരോട് പറയണു. എല്ലാ യുഗത്തിലും അവതരിക്കുന്ന ഇവന്, ഈ കൃഷ്ണന്, വെളുപ്പ്, തുടുപ്പ്, മഞ്ഞ എന്ന 3 നിറങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ കൃഷ്ണൻ കൃഷ്ണവർണം സ്വീകരിച്ചിരിക്കുന്നു, കറുത്ത നിറം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രാഗയം വസുദേവസ്യ കുജിജ്ജാതസ്തവാത്മജ വാസുദേവയതി ശ്രീമാൻ അഭിജ്ഞാ സംരചക്ഷതേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ ശ്രീമാനായ ഈ പുത്രൻ മുമ്പൊരിക്കല് വസുദേവന്റെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ മാഹാത്മ്യം അറിയുന്ന വിദ്വാൻമാര് വാസുദേവൻ എന്ന് ഇവനെ വിളിക്കണം. ബഹൂനി സന്തി നാമാനി രൂപാണി ച സുദസ്യത്തെ ഗുണകർമാനുരൂപാണി താന്യകം വേദനോജനാഃ. ഭക്തവാത്സല്യാദി ബഹുഗുണങ്ങളെയും ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം മുതലായ ബഹുകർമ്മങ്ങളെയും അനുസരിച്ച് സിദ്ധിച്ചിരിക്കുന്ന അനേകം നാമങ്ങള്, ബഹുവിധ നാമങ്ങളും രൂപങ്ങളും നിന്റെ ഈ പുത്രനുണ്ട്. അതെല്ലാം ഞാൻ അറിയണു. ഗർഗമഹർഷി പറയാ, സാധാരണ ജനങ്ങൾക്കൊന്നും അത് അറിയില്ല. ഏഷവശ്രേയാധാസ്യൽ ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യഥ. ഇവൻ നിങ്ങൾക്ക് പാരലൗകിക സുഖം വർദ്ധിപ്പിക്കും. അതായത് ലൗകികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഇവനിൽ നിന്ന് നിങ്ങൾക്ക് സിദ്ധിക്കുന്നു. ഇഹത്തിൽ തന്നെ ഗോപന്മാർക്കും ഗോകുലത്തിൽ നിവസിക്കുന്ന ചരാചരങ്ങൾക്കും പരമ സന്തോഷം. ഈ ഗോകുലത്തിലെ എല്ലാവർക്കും എപ്പോഴും ഈ കണ്ണൻ കൂടെ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമായിരിക്കും, നല്ല സുഖം. മറ്റാർക്കും തീർക്കാൻ കഴിയാത്ത നിങ്ങളുടെ സകല സങ്കടങ്ങളെയും ഈ ശ്രീകൃഷ്ണനെ കൊണ്ട് നിങ്ങൾ പ്രയാസം കൂടാതെ കടക്കും. എല്ലാ സങ്കടങ്ങളും, നിങ്ങളുടെ സർവ്വസന്താപങ്ങളെയും ഇവൻ നശിപ്പിക്കും. ഒരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ഉണ്ണി കാരണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഗർഗമഹർഷി. പറയാ, പുരാണേന വ്രജപതേ സാധവോ ദസ്യുപീഡിതാഃ അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യൂൻ സമേധിതാഃ. ഹേ വ്രജപതേ, അങ്ങയുടെ പുത്രനായ ഇവൻ പണ്ട് ജനസമുദായത്തെ വേണ്ട വിധം പരിപാലിക്കാൻ രാജാക്കന്മാരില്ലാതിരുന്നപ്പോ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ അകപ്പെട്ട് വലഞ്ഞ സജ്ജനങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പരിപാലിച്ചു. ദുഷ്ടന്മാരെ മുഴുവൻ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പത്തെ ജന്മത്തില്. യേതസ്മിൻ മഹാഭാഗാ പ്രീതിം കുർവന്തി മാനവാഃ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനി വാസുരാഃ. ബഹുജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് ജനിച്ചിരിക്കുന്ന ദുർലഭം ചില മനുഷ്യർക്ക് മാത്രമേ ഇവനിൽ കളങ്കമില്ലാത്ത പരിശുദ്ധ സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ പരിശുദ്ധ സ്നേഹം ഉണ്ടായി വന്നാൽ അവരെ
വിഷ്ണുപക്ഷക്കാരെ അസുരന്മാർക്ക് ഉപദ്രവിക്കാൻ കഴിയാത്തതുപോലെ ശത്രുക്കൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കില്ല എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. തസ്മാൽ നന്ദ കുമാരോയം നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്യാനുഭാവേന തൽകർമ്മസു വിസ്മയ. അതുകൊണ്ട് ഹേ നന്ദ, നിന്റെ ഈ പുത്രൻ ഗുണങ്ങൾ കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിനോട് തുല്യനാകുന്നു എന്ന് ഗർഗമഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് ദുർലഭങ്ങളായ ഐശ്വര്യം, സൽകീർത്തി, മഹാനുഭാവത്വം മുതലായ ഗുണങ്ങളെ ഇവനെ കാണുന്നത് കൊണ്ട് നിങ്ങൾ ഒട്ടും ശരിയപ്പെടണ്ട. ഇത്യഥാമാം സമാദിശ്യ ഗർഗേജ സ്വഗൃഹം ഗതേ മന്യേ നാരായണസ്യാംശം കൃഷ്ണം അക്ലിഷ്ടകാരിണം. അപ്പൊ നന്ദഗോപര് തന്റെ വിശ്വാസം ഗോപന്മാരോട് പറയാണ്, ഹേ ഗോപന്മാരെ, മഹാജ്ഞാനിയായ ഗർഗമഹർഷി ഇങ്ങനെ എന്നോട് ഉപദേശിച്ച ശേഷം സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ ഇത്ര മഹാനായിട്ടുള്ളവരൊക്കെ പറഞ്ഞാലേ അദ്ദേഹം വലിയ മഹർഷിയല്ലേ, അത് സത്യമല്ലാതെ ഇരിക്കില്ല എന്ന് എന്റെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അതിനുശേഷം ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളും കൊണ്ട് എനിക്കും അനുഭവമാണ്, നിങ്ങൾക്കും അനുഭവമാണല്ലോ. എത്ര മഹാകാര്യവും ലേശം പ്രയാസം കൂടാതെ നടത്തി നമ്മളെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന കൃഷ്ണൻ ശ്രീനാരായണന്റെ അംശം തന്നെയാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ശ്രീ ഭഗവാനാണെന്ന് അപ്പോഴും നന്ദഗോപർക്ക് തോന്നണില്ല. വിഷ്ണു അംശം എന്നേ ധരിക്കണുള്ളൂ. കൃഷ്ണസ്തു സ്വയം ഹരി എന്ന വിശ്വാസം ഉണ്ടായില്ല അപ്പോഴും നന്ദഗോപർക്ക്. ഭഗവാന്റെ മായാവിലാസം എന്നല്ലാതെ എന്താ പറയുക അല്ലെ. ഇതി നന്ദവജശ്രുത്വ ഗർഗഗീതം വ്രജൗകസ ദൃഷ്ടശ്രുതാനുഭാവാസ്തേ കൃഷ്ണസ്യാമിത തേജസ മുദിതാ നന്ദമാനർച്ചു കൃഷ്ണം ച ഗതവിസ്മയാ. കൃഷ്ണന്റെ മഹാത്മ്യം ഇന്നതാണെന്നും ഇത്രയാണെന്നും നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് ഗർഗമഹർഷി പറഞ്ഞത് ആ നന്ദഗോപരുടെ മുഖത്ത് നിന്ന് കേട്ടപ്പോ പല ദൃഷ്ടാന്തങ്ങൾ കാണുകയും ചെയ്ത ഗോപന്മാര് ശ്രീകൃഷ്ണൻ ശ്രീനാരായണൻ തന്നെ എന്ന്, ഭഗവാൻ തന്നെ എന്ന് അങ്ങനെ കൃഷ്ണനെയും, കൃഷ്ണന്റെ പിതാവല്ലേ നന്ദഗോപര്, അപ്പൊ നന്ദഗോപര് രണ്ടുപേരെയും പൂജിച്ചു. അവര് സാക്ഷാൽ ഈശ്വരന് ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല എന്നുള്ള ആ വിശ്വാസ നിമിത്തം കൃഷ്ണൻ ചെയ്ത പ്രവൃത്തികളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആശ്ചര്യം ആ ഗോപഹൃദയത്തിൽ തന്നെ അടങ്ങുകയും ചെയ്തു. ദേവേ വർഷതി യജ്ഞവിപ്ലവരുഷ വജ്രാശ്മവർഷാനിലേ സീതൽ പാലവശു ത്രിയാത്മശരണം ദൃഷ്ടാനുകമ്പ്യുൽസ്മയൻ ഉൽപാട്യൈകകരേണ ശൈലമവലോ ലീലോച്ഛിലേന്ദ്രം യഥാ ബിഭ്രൽ ഗോഷ്ടമപാൻ മഹേന്ദ്രമദഭിപ്രിയാന്ന ഇന്ദ്രോ ഗവാം. ഗോവർദ്ധന ഉദ്ധാരണത്തെ ആകപ്പാടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി ശ്രീകൃഷ്ണ പ്രീതിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ പറ്റി അങ്ങോട്ട് ആലോചിച്ചപ്പോ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് ഭക്തി കൊണ്ട് ആനന്ദാശ്രു നിറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. യാഗം മുടക്കിയപ്പോൾ ക്രോധിച്ച ദേവേന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാനായി കഠിന വർഷം ചെയ്തു. ഇടിമിന്നല്, കൽമാരി, കൊടുങ്കാറ്റ് മുതലായവ സഹിക്കാൻ വയ്യാതെ പശുക്കളും പശുപാലന്മാരും സ്ത്രീകളും കുട്ടികളും വളരെ തളർന്നപ്പോ ഹേ ഭഗവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരണം പ്രാപിച്ചപ്പോൾ ഭക്തവത്സലാനു കാരുണ്യം അധികരിച്ചു. ഇന്ദ്രന്റെ അഹങ്കാരത്തെ ആലോചിച്ച് ചിരിച്ച് ചെറിയ കുട്ടി ഒരു കൂണ് പറിച്ച് കയ്യിൽ പിടിക്കുന്ന പോലെ യാതൊരു പ്രയാസം കൂടാതെ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഇന്ദ്രന്റെ മതം നിശേഷം നശിപ്പിച്ച് ഗോകുലത്തെ ക്ഷേമത്തോടെ പരിപാലിച്ചു. ഇങ്ങനെ അസാധാരണ മഹാത്മ്യം പ്രദർശിപ്പിച്ച ഭഗവാൻ ശ്രീഹരി ഞങ്ങളുടെ നേരെ പ്രസാദിക്കണമേ, ആ ശ്രീഹരി ഞങ്ങളുടെ നേരെ പ്രസാദിക്കണമേ എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഡ്വിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ആ ശ്രീഹരി ഞങ്ങളുടെ നേരെ പ്രസാദിക്കണമേ എന്നതാ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് ഈ 26-ാമത്തെ അധ്യായം സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.